എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ് കരുതുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ഇഹം ഡിജിറ്റലിൻ്റെ നമ്മുടെ കോട്ടയ്ക്കിലുള്ള ഷോറൂമിലാണ്. അതും നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സും കൂടി നടത്തുന്ന ഒരു മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. 19-ാം തീയതി കാലത്ത് ഒരു 10:30 മണിക്കാണ് കേട്ടോ നമുക്ക് പ്രോഗ്രാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടപ്പാൾ വരെ സ്കൂട്ടറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിതാ KSRTCയിലാണ് പോകുന്നത്. എൻ്റെ കൂടെ നെഫ് ഉണ്ട് കേട്ടോ. നെഫ്ന എന്നാണ് കേട്ടോ പേര്. നെഫ് ഫുഡ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ മിംസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, നമ്മളെ ഷീ ക്രിയേറ്റേഴ്സിൽ 700ഓളം മെമ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ മലപ്പുറം ജില്ലയിലുള്ള 30 പേർക്കാണ് കേട്ടോ ഇവിടേക്കുള്ള എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരാളാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 130 പേര് അപേക്ഷ കൊടുത്തിട്ട് അതിൽ നിന്നൊരു 30 ആളെ സെലക്ട് ചെയ്തപ്പം എനിക്കും ഇങ്ങോട്ട് വരാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മെയിൻ ഡോറൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അകത്തേക്ക് കടന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതൊന്നും അല്ലട്ട കാഴ്ച മക്കളെ, ഒരു ലോകം തന്നെയാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത്രയും ഓഫറും കാര്യങ്ങളുമായിട്ട് ഒരുപാട് ഇലക്ട്രോണിക്സ് ആണെങ്കിലും നമ്മളെ വീട്ടുപകരണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മളെ ഫർണിച്ചർ ഒഴികെ ബാക്കി നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ട, ഒരു പുതിയ വീടൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ ന്യൂ വെർഷനൊക്കെ ആയിട്ട് അടുത്ത വർഷങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് കംപ്ലൈൻറ്റ് ആയാൽ അത് ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ അത് കൃത്യനിഷ്ഠതയോടുകൂടി ഗ്യാരണ്ടിയും അതുപോലെ തന്നെ വാറണ്ടിയുമുള്ള ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവരുടെ തന്നെ സർവീസും അവൈലബിൾ ആണ്. 3 നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോറൂം പ്രവർത്തിക്കുന്നത്. ഇവരുടെ താഴത്തെ ഈ ഒരു നിലയിൽ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, നമ്മൾ LED TV കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ മുകളിലത്തെ നിലയിലായിട്ടുള്ള ഈ ഒരു ഇവിടെയാണ് നമുക്കുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെയായിട്ട് നമ്മളെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഫ്രിഡ്ജ് AC അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഓരോ വെറൈറ്റീസും ഇവിടെ കാണാൻ പറ്റി. നമ്മൾ തന്നെ നോക്കി നിന്ന് പോകും. അത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ. അതിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഞാനിവിടെ കാണിക്കാം. അതിനിടയ്ക്കാണ് കേട്ടോ നമ്മളെ മൊമെൻറ്റോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫ്രിഡ്ജ്. ഈ ഒരു ഫ്രിഡ്ജിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഇവിടുന്ന് സെയിൽസ്മാൻ പറയണതന്നെ കേൾക്കാം കേട്ടോ. താഴെയാണ് ഫ്രീസർ വരുന്നത്. ഇത് നമുക്ക് ഇതും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രീസർ ആവശ്യമില്ല, നമുക്ക് ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ സ്മാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലൊരു ഫാമിലി ഹബ് എന്ന് പറഞ്ഞൊരു പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാഡം നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ എന്താണെന്ന് ഫ്രിഡ്ജിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എഗ് ഉണ്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്നൊരു ഫുഡ് കേടാവാനതിന് അന്നേരം മൊബൈലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് FB ഇടാനതിന് അതൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിൽ യൂട്യൂബ് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ എന്തെല്ലാം ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ ചില ഫുഡുകളൊക്കെ തിരിച്ചെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് കറി കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അത് വേസ്റ്റ് ആയതിൻ്റെ ശേഷം നമ്മളെടുത്ത് പുറത്തേക്ക് കളയില്ല. അപ്പം അതിന് വരെ നമ്മളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. നമ്മൾ വെച്ച ഫുഡ് വേസ്റ്റിംഗ് ടൈം ആവണ മുന്നേ നമുക്ക് അത് ഓർമ്മിപ്പിച്ച് തരണം ഇന്ന സാധനം അത് കേടായി എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണ ടൈമിൽ നമ്മൾക്ക് വീട്ടിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടോ ഇല്ലേ, ഫ്രിഡ്ജിൽ ഇന്ന് എഗ്ഗ് ബാക്കിയുണ്ടോ നാളേക്കുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്പ് വഴിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഐറ്റം നമ്മളെ ഫോണിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളെ യൂട്യൂബ് അതുപോലെ ബ്ലൂടൂത്ത് വഴിയൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടും തന്നെ നല്ലൊരു ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതുതായിട്ട് വീട് താമസിക്കുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ഷോപ്പിൽ ആ ഒരു ഫ്രിഡ്ജ് കണ്ടിട്ട് കുറേ പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ വാങ്ങിയതിനേക്കാളും വലിയ സൈസിൽ അവിടെ ഇരിക്കുന്നു.
അപ്പോൾ ഞാൻ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി 15% ഇപ്പോൾ ഓഫറുണ്ട്. റേറ്റും ഞാൻ വാങ്ങിയതിൽ കൂടുതലാട്ടോ, കാരണം ഇതിൻ്റെ ചെറിയ സിംഗിളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബേക്കേഴ്സിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. ഒന്നും ഫ്രീസ് ആവില്ല, കട്ടാവില്ല, ഒന്നും ഒക്കെ നല്ല കൂളായി കിട്ടും, പെട്ടെന്ന് കൂളായി കിട്ടും. വെള്ളങ്ങൾ, ജ്യൂസുകൾ, എല്ലാ ഐറ്റംസും കൂളായി കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ കേക്ക് വെക്കൂല്ലേ ഇതിൽ? കേക്ക് വെക്കാം, പുഡിങ് സാധനങ്ങൾ വെക്കാൻ പറ്റിയ സാധനമാണ്. ഫ്രീസറല്ല, കൂളായിട്ട് വേണ്ട സാധനം. സാധനങ്ങളൊക്കെ ഓരോ കമ്പനി വരുന്നുണ്ട്. വെസ്റ്റേൺ, സ്റ്റാർ, ഒരുപാട് ബ്രാൻഡ്. ഓഫർ കഴിച്ച് എത്ര ഉണ്ടാവും റേറ്റ് ഇതിന്? ഓരോ കമ്പനി ഓരോ കോമ്പനീസാണ്. ഇവിടെ ഇത് മാത്രമല്ലേ ഉള്ളൂ? എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്, എല്ലാ ബ്രാൻഡും ചെയ്യുന്നു. എല്ലാ ബ്രാൻഡുകൾക്ക് EMI ഉണ്ട്. എല്ലാ ബ്രാൻഡും എന്താ പറയുക, EMI, ബജാജ്. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലോട്ട് കയറുമ്പോഴാണ് കേട്ടോ നമ്മളെ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള നമ്മളെ റിമാമി കിച്ചനെയും അതുപോലെ ഷാന മജീദ് ഉണ്ടല്ലോ, ഷിറിൻ്റെ ചായപ്പിടിക, അവരെയും കണ്ടത്. റിമാമി കിച്ചൻ, ഷാന മജീദ്, ഷിറിൻ്റെ ചായപ്പിടിക. അതായത് നല്ല ചായപ്പിടിയായിരുന്നു ആദ്യം. രണ്ട് ചാനലില്ലേ? ഓക്കെ. അങ്ങനെ കയറി പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഓവൻ്റെ സെക്ഷൻ കണ്ടത്. ഓവനിൽ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്, ഓവൻ എന്ന് പറയുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാനും മാത്രമായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാനും ചൂടാനും മാത്രമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതിന് അവിടെ തെളിയിക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു ഷെഫ് നമുക്കവിടെ ഓവനിൽ ഉണ്ടാക്കിയിട്ട് പായസം, അതുപോലെ തന്നെ ക്യാരറ്റ് ഹലുവ, പോപ്കോൺ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ആൻഡ് സെമിയ പായസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഓവണെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മളെ കയ്യിലുള്ള നമ്മളെ മോർഫിയുടെ 60 ലിറ്ററിൻ്റെ ഓവൺ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പം 16 സംതിങ് ആണ് ഇതിൽ കാണിക്കുന്നത്, എങ്കിൽ കൂടി അത് 15% ഓഫറിലാണ് കേട്ടോ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതിന് അന്ന് 14 സംതിങ് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ഒക്കെ ഓരോ മാസം കൂടുമ്പോഴും റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു സൈഡിലായിട്ടുള്ള നമ്മളെ വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സർ ഇതാ ഇരിക്കുന്നത്, നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ഹോം ബേക്കർ ആയതുകൊണ്ടായിരിക്കും നമ്മളെ ഐറ്റംസ് കാണുമ്പോൾ പ്രത്യേകം അതിനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടർ ഷെഫിൻ്റെ ഇപ്പോൾ ആ ഒരു റെഡ് മാത്രമാണെങ്കിൽ കൂടി അതിൻ്റെ കളേഴ്സ്, ഒരുപാട് കളേഴ്സ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിലും ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. എല്ലാ ഐറ്റംസിലും ഉണ്ട് കേട്ടോ ഓഫർ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഐറ്റം എടുക്കുകയാണെങ്കിലും നല്ല ഓഫർ പ്രൈസിലാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രോസറി ഐറ്റംസ് ഇതിലുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റംസാണ് നമ്മളെ ജ്വല്ലറി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രസ്സിലേക്കാണല്ലേ പോകാറ്. ഡ്രസ്സൊക്കെ നമ്മൾക്ക് ഒന്നെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം പല കളക്ഷൻസ് നോക്കി നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് വന്നാൽ ഈ ഒരു പാത്രങ്ങൾ ഐറ്റംസൊക്കെ നമ്മൾ കിച്ചണിലേക്ക് എത്ര വാങ്ങിയാലും തീരാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ അവിടെ തന്നെ നമ്മുടെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയിട്ടുള്ള ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലൊക്കെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസും മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്റ്റീലിൻ്റെ ഐറ്റംസും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇഡ്ഡലി ചെമ്പ്, പൊട്ട്, കുറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ക്യൂട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബൗളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാലും ഇത് കാണാനൊക്കെ ആയിട്ട് എല്ലാ ചെറിയ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു പുതിയ വീടൊക്കെ താമസിക്കുന്നവർക്ക് നമ്മൾക്ക് ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ പല ഷോപ്പിലും കയറി ഇറങ്ങിയിട്ട് വേണം വാങ്ങാനായിട്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്റ്റാൻഡ് മിക്സറിൻ്റെ പല മോഡൽ, പല റൈറ്റിൽ, അതുപോലെ തന്നെ പല സൈസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ അധികം ഹോം ബേക്കേഴ്സ് ഇല്ലാത്തവർക്ക് നോർമൽ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ചെറിയ സൈസ് മുതൽ ഒരുപാട് ബേക്കിംഗ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് വലിയ സൈസും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് പോയി. പല കളേഴ്സും ഉണ്ട്. ഞാൻ ആകെ റെഡും ബ്ലാക്കും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ഓറഞ്ചും നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നുകൊണ്ട് കാണാനായിട്ട്. അങ്ങനെ ഇതാ താഴെ വന്നപ്പോൾ നമ്മളെ വാക്യൂം ക്ലീനറാണ്. അതും പല വെറൈറ്റി, പല മോഡലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് തന്നെ ഇതാ ടിന്നും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ തന്നെ സിലിക്കൺ മോൾഡും അലുമിനിയം മോൾഡും അതുപോലെ എല്ലാ ഷേപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൈസിലും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു സിലിക്കൺ മോൾഡിലൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ നമ്മളെ ഓയിൽ ബ്രഷ്, നമ്മളെ ക്യൂട്ടായിട്ടുള്ള മെഷറിങ് കപ്സും കാര്യങ്ങളും എല്ലാം അതും ഉണ്ട് കേട്ടോ. ഇവിടെ സ്പൂണ് എല്ലാതും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതാ ബ്രഷ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനൊക്കെ ബേക്കിംഗ് തുടങ്ങിയ ടൈമിലൊക്കെ ഞാനിതെല്ലാം പല ഷോപ്പുകൾ കയറി ഇറങ്ങി വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും നമുക്ക് അന്നൊന്നും അവൈലബിൾ ആയിരുന്നില്ല. കണ്ടില്ലേ, പിസ്സ കട്ടർ,
അതുപോലെ തന്നെ നമ്മൾ കേക്ക് എടുക്കുന്ന ആ ഒരു സംഭവം എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാതും A to Z ഇതിലുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ന് പറയാൻ കാരണം ഇത്രയും കാര്യങ്ങളൊന്നും ഉപകാരം ഇല്ലാത്തതല്ല കാണിച്ചത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സിങ്കിലെ വേസ്റ്റ് അടിഞ്ഞിട്ട് നമ്മൾക്ക് അത് ബ്ലോക്ക് ആവുന്ന ഒരു പ്രശ്നമുണ്ടല്ലേ, അതിനൊക്കെ ദഹിപ്പിച്ച് കളയുക എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കണ പോലെ മീനിൻ്റെ മുള്ളും എല്ലും ഒക്കെ ദഹിപ്പിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. ഫുഡിൻ്റെ വേസ്റ്റ് വരും, പച്ചക്കറിയുടെ വേസ്റ്റ് വരും, മീനിൻ്റെ മുള്ളു വരും, ബീഫിൻ്റെ എല്ല് വരും. നമുക്ക് ഇതൊക്കെ എങ്ങനെ നമുക്കത് ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മൾ മിക്കവരും ചെയ്യുന്നത് കിച്ചണിൽ ഒരു ബാസ്ക്കറ്റ് വെച്ച് അതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് ആണ് ചെയ്യുന്നത്. നമുക്കിത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഒരു വേസ്റ്റും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഈ സിങ്ക് ഉണ്ടല്ലോ, ഈ സിങ്കിൻ്റെ കപ്ലിംഗ് അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ അങ്ങ് വെച്ച് കൊടുക്കും. ഈ കപ്ലിങ്ങിന് പകരം നമ്മൾ ഈ മൗത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുണ്ടാവുക, പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ വേസ്റ്റും ഈ പിക്കിലൊക്കെ കാണുന്ന പോലെയുള്ള എല്ലാ വേസ്റ്റും, മീനിൻ്റെ മുള്ളായിക്കോട്ടെ, ചിക്കൻ്റെ ആയിക്കോട്ടെ, ഒരു ബീഫിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് ഒക്കെ വീണല്ലോ. പ്ലാസ്റ്റിക് വീഴരുത്. ഇതിനകത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യാത്ത സമയത്ത് വെക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് ഉണ്ട്. പ്ലസ് ഇതിനകത്തൊരു റബ്ബറിൻ്റെ ഒരു സേഫ്റ്റി ഒഴുകും കൂടി ഉണ്ടാവും. അപ്പം നമ്മളിത് അതെന്താണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാവുന്നത് എന്താ? അപ്പോൾ അഡീഷണൽ ഇത് ഒരു പുഷ് ചെയ്താലേ ഇത് താഴോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ ഒന്നും പെട്ടെന്നൊരു സാധനം അതെ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് കാണുന്നത്. പിന്നെ നമുക്കപ്പോൾ വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഇത് ഡ്രെയിനിലേക്ക് പൊക്കോളും. അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇത് ഇതിലേക്ക് പൊക്കോളും. ഇതിൻ്റെ ബോഡിയൊക്കെ വരുന്നത് മെറ്റൽ ബോഡിയാണ്. 3 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇലക്ട്രിക് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടാപ്പ് ഉണ്ടല്ലോ, സിങ്കിൻ്റെ സൈഡിലെ ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. എന്ത് ഫുഡ് വേസ്റ്റ് ആണോ ആ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിച്ചത് പേസ്റ്റ് രൂപത്തിലാക്കി ഈ സാധനം പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് ഇതിൻ്റെ 3/4 HP ഇതിൻ്റെ റേറ്റ് വരുന്നത് 12,990 MRP ആണ്. 12,990 MRP ആണ്. നല്ല പ്രൈസ് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 10,000 ആ റേഞ്ചിനൊക്കെ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഐറ്റം അവിടെ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോഡ് നമ്പർ സഹിതം നിങ്ങൾ അവിടെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം ആവുമെന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ പ്രത്യേകം ഷൂട്ട് ചെയ്തത്. വേസ്റ്റ് കൊണ്ട് ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കവിടെ മുകളിലായിട്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾക്ക് നമ്മളെ മൊമെൻറ്റോയും കൂടി അവിടെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ, അവിടെ ഓവണിൽ വെച്ചിട്ട് നമുക്ക് ഷെഫ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഹൽവയും അതുപോലെ പോപ്കോണൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓവണിൽ വെച്ചിട്ട്. പിന്നെ അതുപോലെ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾ സമാപിച്ചു എന്ന് കരുതും, പക്ഷേ ഇനിയും ഒരുപാട് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി നിങ്ങൾ കാണാണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാനത് അടുത്തൊരു എപ്പിസോഡ് ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.